ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉമ്മി അന്മിയിലെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ വീട്ടമ്മമാർക്കൊക്കെ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്യാൻ ശ്രമിക്കണേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് നമ്മൾ വീട്ടിൽ വേസ്റ്റാക്കി വെച്ചിരിക്കുന്ന പഴയ അരിച്ചാക്കുകൾ, പ്ലാസ്റ്റിക് കവറുകൾ, അതൊക്കെയാണ് വേണ്ടത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറും ഒരു അരിച്ചാക്കും പിന്നെ ഒരു പഴയ തുണിയാണ് എടുത്തിരിക്കുന്നത്. തുണി എൻ്റേതൊരു പഴയ ബെഡ്ഷീറ്റാണ്. നമുക്ക് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. പഴയ മുണ്ടോ നെയ്റ്റോ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഈ 3 സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ പ്ലാസ്റ്റിക് കവർ ഒന്ന് നിവർത്തി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാനിവിടെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു വട്ടത്തിലുള്ളൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഈ പ്ലേറ്റ് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു കത്രിക ഉപയോഗിച്ചിട്ട് ഈ റൗണ്ട് ഷേപ്പിൻ്റെ ഈ പ്ലേറ്റിൻ്റെ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് 2 റൗണ്ട് ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന ആ പഴയ ബെഡ്ഷീറ്റ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഒന്ന് 2ആയിട്ടൊന്ന് മടക്കി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പ്ലാസ്റ്റിക് കവർ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു റൗണ്ട് ഷേപ്പ് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ റൗണ്ട് ഷേപ്പിൽ കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ തുണിയും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് 2 തുണി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇത് രണ്ടും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാനിത് രണ്ടും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 ഷേപ്പുകൾ ഒന്നിച്ച് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതായത് പ്ലാസ്റ്റിക് കവർ ഉള്ളിൽ വരത്തക്ക രീതിയിൽ നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. തുണിവശം പുറത്തേക്ക് വരണം. ആ രീതിയിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. തെന്നി പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 2-3 പിന്നൊക്കെ കുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പിന്ന് ഊരി മാറ്റിയാണ്. ഇപ്പോൾ നമ്മുടെ റൗണ്ട് ഷേപ്പ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ നമുക്കൊരു അടയാളം വെച്ച് കൊടുക്കാം. പിന്ന് കുത്തുകയോ അല്ലെങ്കിൽ ചോക്ക് കൊണ്ട് അടയാളപ്പെടുത്തുകയോ ചെയ്യാം. നമുക്കൊരു ടേപ്പ് എടുത്തിട്ട് ഈ ഒരു അടയാളത്തിൽ വെച്ചിട്ട് നമുക്കിത് റൗണ്ടായിട്ട് ടേപ്പ് ചുറ്റി നമുക്കിതിൻ്റെ കറക്റ്റ് അളവ് എടുക്കണം. അപ്പോൾ ഞാൻ ഇങ്ങനെ ടേപ്പ് ചുറ്റിയിട്ട് അളവെടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് 36.5 ഇഞ്ച് അളവാണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഈ റൗണ്ട് ഷേപ്പ് മാറ്റി വയ്ക്കുകയാണ്. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചാക്ക് എടുക്കുക. ആ ചാക്കിൻ്റെ അടിവശം ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ചാക്ക് ഒന്ന് ലെവലാക്കി ഇട്ടിട്ട് അതിൻ്റെ ഒരു സൈഡ് മാത്രം ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചാക്ക് നമുക്കൊന്ന് നിവർത്തി ഇട്ട് കൊടുക്കാം. ഇനി ഈ ചാക്കിൻ്റെ ഒരു വീതി എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ആ റൗണ്ട് ഷേപ്പിൻ്റെ അളവെടുത്തില്ലേ, അത് നമുക്ക് 36.5 ഇഞ്ചാണ് കിട്ടിയത്. അപ്പോൾ ഞാനിവിടെ ഒരു 37 ഇഞ്ച് വീതി അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നീളം എത്ര വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് എടുക്കാം. ഞാനിപ്പോൾ ഈ ചാക്കിൻ്റെ ഹൈറ്റ് എത്രയാണോ അത് തന്നെ എടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹൈറ്റ് കുറച്ച് നീളം കുറച്ച് വേണമെങ്കിലും എടുക്കാം. ഞാൻ ഇത്രയും തന്നെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടയാളപ്പെടുത്തിയത് വെച്ചിട്ട് ചാക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന ബെഡ്ഷീറ്റ് നിവർത്തിയിട്ടിട്ട് നമ്മൾ കട്ട് ചെയ്ത് ഈ ചാക്കും അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഈ ചാക്കിൻ്റെ അളവിനനുസരിച്ച് നമുക്ക് ഈ ബെഡ്ഷീറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിന് ഞാൻ ഇത് അടയാളപ്പെടുത്തിയിട്ട് ഈ ബെഡ്ഷീറ്റ് ആ ഒരളവിൽ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ കയ്യിൽ കുറച്ച് പിന്ന് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ഇടവിട്ട് നമുക്ക് ഈ പിൻ ചെയ്ത് കൊടുക്കണം. കാരണം നമ്മൾ ഈ ചാക്കും ഈ തുണിയും തമ്മിൽ 4 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകണം. അപ്പോൾ തെന്നി പോവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പിൻ ചെയ്ത് കൊടുക്കുന്നത്. ഈ തുണിയും ചാക്കും തമ്മിൽ അറ്റാച്ച് ചെയ്ത് കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതേപോലത്തെ കുറച്ച് സ്ട്രെയിറ്റ് പീസ് എടുത്തിട്ടുണ്ട്. ഒരു 2 ഇഞ്ച് വീതിയുള്ളൊരു സ്ട്രെയിറ്റ് പീസാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് നമ്മുടെ ഈ ചാക്കിൻ്റെ ഒരു വശം, അതായത് നമ്മൾ ആ 37 ഇഞ്ച് അടയാളപ്പെടുത്തിയ ആ വശത്ത് ഒരു പൈപ്പിംഗ് പോലെ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്ട്രെയിറ്റ് പീസ് എടുത്തിരിക്കുന്നത്. ഒന്നുകിൽ നമുക്കിത് 2ആയിട്ട് മടക്കി അടിച്ചാലും മതി. ഞാനിപ്പോൾ പൈപ്പിംഗ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതായത് ഒരു പൈപ്പിങ്ങും ചെയ്തെടുത്തിട്ടുണ്ട്.
നമ്മൾ ആ 37 ഇഞ്ച് അടയാളപ്പെടുത്തിയ ആ ഒരു സൈഡ് ഒരു വശത്ത് 37 ഇഞ്ച് അടയാളപ്പെടുത്തിയെടുത്താണ് പൈപ്പിംഗ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് രണ്ടായിട്ട് മടക്കിയെടുക്കുകയാണ്. രണ്ടായിട്ട് മടക്കിയതിന് ശേഷം നമുക്ക് ആ സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ആ സൈഡ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു സൈഡിൽ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്, മുകൾ ഭാഗത്ത്. താഴെ ഭാഗത്തും ഒന്നും ചെയ്തിട്ടില്ല. അവിടെ നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ റൗണ്ട് ഷേപ്പില്ലേ, അത് നമുക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അത് ഒരു സൈഡിൽ നിന്ന് പിടിച്ചിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അധികം വലിച്ചൊന്നും പിടിക്കേണ്ട. അതായത് ഇതേപോലെ ഒന്ന് പിടിച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇതാ ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചെടുക്കാം. ഉൾവശം നല്ല വശത്തേക്ക് തിരിച്ചെടുക്കാം. നല്ല വശത്തേക്ക് തിരിച്ചിട്ടതിന് ശേഷം നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത സ്ഥലമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് നിവർത്തി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ഈ സ്റ്റിച്ചിങ് ഒക്കെ നമ്മൾ ഒരു ബാസ്ക്കറ്റ് പോലെ ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത്, നമ്മൾ ആദ്യത്തെ ഒരു ചാക്കിൻ്റെ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നില്ല, അത് നമുക്കൊരു പട്ട പോലെ തയ്ച്ചെടുക്കണം. അതിന് ഞാൻ ആ നമ്മുടെ തുണിയുടെ ഉള്ളിൽ ഇത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ബാസ്ക്കറ്റിൻ്റെ ഒരു ബെൽറ്റ് പോലെ, ഒരു പിടി പോലെ നമുക്ക് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ഇന്ന് വെച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ പിടി നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വെച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ബാസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലൊരു കാർഡ്ബോർഡ് ഉണ്ട്. ഇനി നമുക്കതൊന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഈ ഒരു ബാസ്ക്കറ്റിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കറക്റ്റായിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ തന്നെ ഇവിടെ നമ്മൾ വാഷിംഗ് മെഷീൻ്റെ അടുത്ത് കൊണ്ടുപോയി വെച്ചിട്ട് അവിടെ നിന്ന് തുണിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് അലക്കാനുള്ള തുണികളൊക്കെ ഈ ഒരു ബാസ്ക്കറ്റിൽ ഇട്ട് വയ്ക്കാം. അവിടെ ഇവിടെയും വലിച്ചെറിയാണ്ട് നമുക്ക് ഈ ഒരു ബാസ്ക്കറ്റിൽ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ അലക്കിയ തുണി നമുക്ക് ഇതിനകത്തേക്ക് എടുത്ത് വയ്ക്കുകയൊക്കെ ചെയ്യാം. പിടിയുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത് അങ്ങോട്ട് വെയിലത്ത് കൊണ്ടുപോയി ഇടാനൊക്കെ നല്ലൊരു യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എനിക്കിത് കുറച്ച് ഹൈറ്റ് കൂടിപ്പോയി എന്ന് തോന്നുന്നു. നിങ്ങൾക്ക് എത്ര ഹൈറ്റ് വേണ്ടെങ്കിൽ നമുക്ക് നീളം കുറച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീട്ടിലുള്ള നമ്മൾ കളയാൻ വെച്ചിരിക്കുന്ന പഴയ ചാക്കും പ്ലാസ്റ്റിക് കവറും തുണിയൊക്കെ വെച്ചിട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ഫാമിലിയിലേക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.